ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഇന്തോനേഷ്യയിലെത്തും. 4 ദിവസം നീളുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരള PSCയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ 3-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഇന്തോനേഷ്യയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2018 ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ മുന്നോട്ടുവച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തെ സന്ദർശനം കൂടുതൽ ദൃഢമാക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ശ്രീ മോദി അറിയിച്ചു. സന്ദർശന വേളയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുമെന്നും ശ്രീ മോദി അറിയിച്ചു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസം നീളുന്ന പരിപാടി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയമാണ് സംഘടിപ്പിക്കുന്നത്. ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ. രാവിലെ വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് പ്രതിനിധികളുടെ പരിചയപ്പെടുത്തലും സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ തുടക്കം. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേരള PSCയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്ന് മാഫിയയെ തകർക്കാൻ ആയതായും പോലീസിനെ ആക്രമിക്കുന്ന മയക്കുമരുന്ന് ലോബിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിൽ മാറ്റങ്ങളുണ്ടായതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ. സംസ്ഥാനതല +1 പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറേണ്ടതുണ്ടെന്നും അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 150 കൊല്ലം കൊണ്ട് ലോക സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളെക്കാൾ കൂടുതലാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൊണ്ടുണ്ടായ മാറ്റം. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിലാവട്ടെ, ഒരു ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാവട്ടെ, നിങ്ങൾക്ക് മത്സരിക്കേണ്ടി വരുന്നത് പലപ്പോഴും ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലെ കുട്ടികളുമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അങ്ങനെ മത്സരിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന വിധം നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയാൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ചെന്താമര പ്രതിയായ 2ാമത്തെ കൊലക്കേസാണ് ഇത്. നെന്മാറ തിരുത്തമ്പാടം ബോയൻ ഉന്നതിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് കേസ്. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും കോട്ടയത്ത് നടന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനി കോഴിക്കോട്, കൊച്ചി ഓഫീസുകളിലെ 800ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പിന്റെ ചർച്ച ആരംഭിച്ചു. തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ലേബർ കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ച. വെള്ളിയാഴ്ച മന്ത്രി ബിന്ദു കൃഷ്ണ എറണാകുളത്തെത്തി കമ്പനി അധികൃതരുമായി നേരിട്ട ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. റോഡ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരൻ തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി യാഷ്വാൻ 5 പേർക്ക് പുതുജീവനേകും. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രി 10:30 കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ബന്ധുക്കൾ അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് 2 വൃക്കകൾ, കരൾ, ഹൃദയവാൽവ്, കോർണിയ എന്നിവയാണ് ദാനം ചെയ്തത്. ഒരു വൃക്ക കോഴിക്കോട്ടുള്ള രോഗിക്ക് നൽകും. സമയബന്ധിതമായി അവയവം എത്തിക്കുന്നതിനായി തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് റോഡ് മാർഗം പോകുന്ന ആംബുലൻസിന് പോലീസ് പ്രത്യേക ഗ്രീൻ കോറിഡോർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മറ്റ് അവയവങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ആശുപത്രികളിലാണ് എത്തിക്കുന്നത്. മഴക്കാലത്ത് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ നടത്തിയ പരിശോധന ഊർജിതമാക്കി. 109 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി ഒരു മാസത്തിനുള്ളിൽ ജില്ലയിൽ 850ഓളം സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും 1.5 ലക്ഷം രൂപയിലധികം പിഴ ഈടാക്കി. ഷിഗല്ല ബാക്ടീരിയ വ്യാപനം തടയുന്നതിന് ഭക്ഷ്യസംരംഭങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ പുലിക്കളിക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാത്ത സംഭവത്തിൽ ഇടപെട്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന് വീഴ്ച സംഭവിച്ചതാണ് തുക തടസ്സപ്പെടാൻ കാരണമായതെന്ന് വിവിധ പുലിക്കളി സംഘങ്ങളുമായുള്ള യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും പ്രതിനിധികളിൽ നിന്ന് ശ്രീ സുരേഷ് ഗോപി വിശദീകരണം തേടി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോയെ 3-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. തോൽക്കാൻ മനസ്സില്ലാത്ത 2 ശക്തികൾ അരയും തലയും മുറുക്കി ആസ്റ്റക്കയിൽ പൊരുതിയപ്പോൾ കാൽപന്ത് ലോകം ശ്വാസം അടക്കി പിടിച്ചു. 2 പെനാൽറ്റികളും ഒരു ചുവപ്പ് കാർഡുമൊക്കെയായി ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ വിജയിച്ച് ഇംഗ്ലണ്ട് ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. 10 പേരുമായി ചുരുങ്ങിയിട്ടും ആതിഥേയരായ മെക്സിക്കോയെ 2-3 ഗോളുകൾക്ക് വീഴ്ത്തിയാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ മുന്നേറ്റം. മെക്സിക്കോയുടെ ആധിപത്യം കണ്ട മത്സരത്തിൽ കളിയുടെ ഗതിക്ക് വിപരീതമായാണ് ഇംഗ്ലണ്ട് ആദ്യ പകുതിയിൽ ലീഡ് പിടിച്ചെടുത്തത്. വിജയദാഹവുമായി പൊരുതിക്കളിച്ച മെക്സിക്കോയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് 98 സെക്കൻഡിനിടെയാണ് ഇംഗ്ലണ്ട് തുടരെ ഗോളുകൾ അടിച്ചു കയറ്റിയത്. അതേസമയം ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിനു പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17 പോയിന്റ് ഒരു ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസ് നേടി. 64 റൺസ് നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോറർ. ഫീബി ലിച്ച്ഫീൽഡ് 48 റൺസ് നേടി. അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ഭരണ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റി അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തുകൾ പരിഗണിക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ സെൻസസ് 2027ന്റെ ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 434 പോയിന്റ് ഉയർന്ന് 78,198ലും നിഫ്റ്റി 139 പോയിന്റ് നേട്ടത്തിൽ 24,410ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ താഴ്ന്ന് 1,07,520 രൂപയും ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 13,440 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഇന്തോനേഷ്യയിലെത്തും. 4 ദിവസം നീളുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരള PSCയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ.
സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ 3-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.